എടി സത്യം പറഞ്ഞ അന്ന് ആ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടത് മുതൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാ, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ നിൽക്കേണ്ടാത്തന്നല്ല. എന്തായാലും റീനുവിന്റെ ഹൈദരാബാദ് വിട്ട് ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണല്ലോ അമൽ ഡേവിസേ. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടി തന്നെ അടിച്ചേരല്ലേ? നോ. സപ്പോസ് ഇനി അവൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണം തന്നെ ഇരിക്കട്ടെ, അവളെക്കാൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരാളെ മാത്രമേ അവൾ ഡേറ്റ് ചെയ്യുള്ളൂ. സച്ചിൻ ചോദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജെയിനും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഈ മരുന്ന് എനിക്ക് തരാൻ വേണ്ടിയാണോ നീ ഇത്ര കഷ്ടപ്പെട്ടത്? ആ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പബ്ബിലേക്കും പിന്നെ ഈ ട്രെയിനിലേക്കും ഒക്കെ ചാടി കയറിയത്. ഇത് നിനക്ക് ബോധമുള്ള സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും. അതുകൊണ്ടാണ് ഉറക്കത്തിൽ പറഞ്ഞത്. ഐ ലവ് യു ഡി. സച്ചിനെ മതി, നിർത്തിക്കോ. നീ വലിയൊരു ഹാർട്ട് ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഇത് ഇവിടെ വെച്ച് നിർത്താണ് നിനക്കല്ല എനിക്കും. കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയാൽ മതിയായിരുന്നു ചെന്നൈക്ക്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇത് അവന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ലെന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ? എടാ നീ എന്തിനാ ഇത്ര ഡെസ്പ് ആവുന്നത്? നിനക്ക് കിട്ടിയ ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ ഇത്, ആണോ? നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ലൈഫ് ഭയങ്കര അൺഫെയർ ആടാ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തില്. ഞാൻ കുറച്ചു ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നീ രണ്ടിനും റെസ്പോണ്ട് ചെയ്തില്ല. റെസ്പോണ്ട് ചെയ്തിട്ട് എന്തിനാണ് റീനു? എനിക്ക് വയ്യ. മെസ്സേജ് അയച്ച് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നു ഒക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ.